ഷീജ, ഇവിടെ ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് അതിക്രൂരമായ ലൈംഗിക പീഡനമാണ്, മാനസിക പീഡനമാണ്, ട്രോമയാണ്. അതുമാത്രമല്ല, നിരന്തരം ആ പെൺകുട്ടിയോട് പണം വാങ്ങിയിരുന്നു. ഫ്ലാറ്റ് വാങ്ങിക്കാനടക്കം ആ പെൺകുട്ടിയോട് പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്കൗണ്ട് വിവരങ്ങളൊക്കെ SIT ശേഖരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഷീജ, ഏത് വഴിക്കാണ് ഇയാൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ. തീർച്ചയായും മനു, അതായത് നമുക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും സംഘത്തിൻ്റെയും നീക്കം എപ്പോഴും ഇയാൾക്കെതിരെ ഒരു പരാതി വരികയാണെങ്കിൽ അതിപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യ പെൺകുട്ടിയുടെ അതിജീവിതയുടെ പരാതി വന്നപ്പോൾ തന്നെ നമുക്കറിയാം ഏത് രീതിയിലാണ് തുടർ നീക്കങ്ങളൊക്കെ നടത്തിയത് എന്നുള്ളത്. അതുകൊണ്ട് പോലീസിന് കൃത്യമായിട്ടുള്ളൊരു ധാരണ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്നുള്ള ഈ ഒരു ക്രിമിനലിനെ കുറിച്ചുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അതീവ രഹസ്യമായി ഓരോ നീക്കങ്ങളും നടത്തിയത്. കാരണം നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കേസ്, അതായത് SITക്ക് ഇമെയിൽ മുഖേനയാണ് ഈ പരാതി, ഈ പെൺകുട്ടിയുടെ പത്തനംതിട്ട സ്വദേശിനിയായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ പരാതി വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ SIT തന്നെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവിടെ അതായത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് SIT തന്നെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തുടർ നീക്കങ്ങളിലേക്ക് കടന്നത് SIT. കാരണം ഈ ഒരു പരാതി വന്നു എന്നുള്ള വിവരം ഏതെങ്കിലും തരത്തിൽ പുറത്തു പോകുകയാണെങ്കിൽ അത് രാഹുലിന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള വഴി ഒരുക്കുന്നതായിരിക്കും. അതുകൊണ്ട് അത് ഏത് രീതിയിലും തടയുക എന്നുള്ളതാണ് SIT തീരുമാനിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് SIT തുടർ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ രീതിയിൽ തുടർ നീക്കങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി പത്തനംതിട്ടയിൽ നിന്നുള്ള ടീമിനെ അവിടേക്ക് പാലക്കാടേക്ക് അയക്കുന്നു. കാരണം പാലക്കാട് കേന്ദ്രീകരിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത്. അപ്പോൾ പത്തനംതിട്ടയിലേക്ക് വിടുന്നു. പത്തനംതിട്ടയിൽ എത്തിയതിനു ശേഷം കൃത്യമായ രീതിയിൽ രാഹുലിനെ നിരീക്ഷിക്കാനാണ് ആവശ്യപ്പെടുന്നത്. രാഹുലിനെ നിരീക്ഷിക്കുന്നതും അത് കൃത്യമായ രീതിയിൽ രാഹുലിനൊപ്പമുള്ളവർക്കോ ഒരു തരത്തിലും സംശയം തോന്നാത്ത രീതിയിൽ രാഹുൽ കൃത്യമായ രീതിയിൽ തന്നെ SITയുടെ നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ അതീവ രഹസ്യമായിട്ടുള്ള നീക്കം, കസ്റ്റഡിയിൽ ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതീവ രഹസ്യമായിട്ടുള്ള നീക്കം നടത്തിയതും അവിടെ എത്തി കേവലം 15 മിനിറ്റുകൾ കൊണ്ട് KPM ഹോട്ടലിൽ നിന്നും രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ ഔദ്യോഗികമായി അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ കോടതി ഇല്ലാത്ത ദിവസമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കുന്നതടക്കമുള്ള നടപടികൾ ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മനു, ഏതായാലും ഇനിയിപ്പോൾ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തിച്ച് ആ രീതിയിൽ ഉള്ള തുടർ നടപടികളിലേക്ക് SIT സംഘം കടന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ നീക്കങ്ങൾ വേഗത്തിൽ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം മറ്റ് തുടർ നടപടികൾ സ്വാഭാവികമായും ഉണ്ടാകുന്നതായിരിക്കും. ഏതായാലും ഇതിൽ പഴുതടച്ചിട്ടുള്ള ഒരു അതീവ രഹസ്യമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. ആ രീതിയിൽ ആ പരാതി എന്ന് പറയുന്നത് തന്നെ അതീവ ഗൗരവമുള്ള ഒരു പരാതിയാണ്. കാരണം ആദ്യ കേസിന് സമാനമായ രീതിയിൽ തന്നെ ഇതിൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. ആ ബലാത്സംഗം തന്നെ അതിക്രൂരമായിട്ടുള്ള ആയിരുന്നു. ആദ്യ കൂടിക്കാഴ്ചയിലാണ് ആ പെൺകുട്ടിയെ ഈ രീതിയിൽ, അതായത് വിളിച്ചു വരുത്തിയുള്ള കൂടിക്കാഴ്ചയിൽ ആദ്യ തവണ തന്നെ ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നു എന്നുള്ളതാണ്. എനിക്കൊരു കുഞ്ഞു വേണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടു. അതിനുശേഷം അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു. ഗർഭിണിയായപ്പോൾ ആ പെൺകുട്ടിയെ പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും ആ പെൺകുട്ടിയെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ രാഹുൽ ആ പെൺകുട്ടിയെ ഉപേക്ഷിക്കുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകുകയായിരുന്നു. സാമ്പത്തികപരമായി അടക്കം ആ പെൺകുട്ടിയെ ചൂഷണം ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് വരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഏതായാലും ആദ്യ കേസിന് സമാനമായ രീതിയിൽ ആണെങ്കിൽ പോലും ഇതിൽ സാമ്പത്തിക ചൂഷണം കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പസമയത്തിനകം തന്നെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഏതായാലും അതീവ ഗൗരവമുള്ള കേസ് തന്നെയാണ്. ക്രിമിനൽ കുറ്റകൃത്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്നാണ്, ഒരു MLAയുടെ ഭാഗത്ത് നിന്നാണ് ഈ രീതിയിൽ ആ പെൺകുട്ടികളെ തെരഞ്ഞു പിടിച്ച് ആ പെൺകുട്ടികളെ ശാരീരികമായി ഉപയോഗിച്ച് അതിനുശേഷം ഗർഭിണിയാക്കി ഉപേക്ഷിക്കുക എന്നുള്ള ഒരു വൈകൃതമായ മനോനില എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ രീതിയിലുള്ളൊരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് നേരത്തെ തന്നെ തെളിഞ്ഞതുമാണ്. ഏതായാലും ആ ക്രിമിനലിനെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മനു.